ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മോമോസ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമ്മളിപ്പം മൈദമാവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി കൊണ്ടും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മളൊരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ഒന്ന് വഴറ്റാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റാം. ഇനി കുറച്ച് പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി, എരിവിനനുസരിച്ച്. കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ടിയിട്ട് കൂടുതലിടാം, കുറച്ച് വേണ്ടിയിട്ട് കുറച്ചിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള തക്കാളിയും കൂടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ജീരകത്തിൻ്റെ പൗഡറാണ്, അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിൽ ഒന്ന് വേവിച്ച് ചതച്ചെടുത്ത ചിക്കനാണ്. അതിതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ചതച്ചെടുത്തിട്ട് ഇതിനകത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി വെന്ത ചിക്കനാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. കുക്കറിൽ വേവിച്ചെടുത്താണ്. അപ്പോൾ ജസ്റ്റ് ഇതിലിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയും ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മല്ലിയില ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്, അതിന് വേണ്ടിയിട്ടാണ് മല്ലിയില ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുക്കുക. അതിൻ്റെ നടുക്കിലേക്ക് ഇതുപോലെ ആവശ്യത്തിന് ഫില്ലിങ് ഇട്ടിട്ട് നമ്മൾ സാരിയുടെ ഞൊറി എടുക്കുന്ന പോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് ക്ലോസ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണിത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതൊന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മതി. ഒരു കിഴി പോലെ ആക്കിയെടുക്കണമെന്നേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലൊരു കിഴിയാക്കി എടുക്കണം, ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം എല്ലാ മാവും ഇതുപോലെ നമ്മൾ പരത്തിയെടുത്ത് അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പിലാക്കി വെക്കാം. നമ്മളിതുപോലൊരു ഇഡ്ഡലി തട്ടെടുക്കുക. ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ നമ്മൾ അതിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ തട്ടിലേക്ക് നമ്മൾ ഈ കിഴിയാക്കി വെച്ചിരിക്കുന്ന മോമോസ് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേവിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് മോമോസ്. ഇതുപോലെ തട്ടിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇവിടെ ഹെൽത്തി ആയിട്ടുള്ളത് ആവിയിൽ വേവിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അതൊരു 15 മിനിറ്റോളം നമ്മൾ ആവി കയറ്റി വേവിച്ചതാണ്. കാരണം ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വെന്തതായതുകൊണ്ട് അത്രയും വേവിച്ചാൽ മതി. അപ്പം ടേസ്റ്റിയായ മോമോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. ചിക്കനോ ഫിഷോ ബീഫോ എന്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് വരുന്നതാണ്. താങ്ക് യു.